കേരളത്തെ സംബന്ധിച്ചും അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണെങ്കിൽ കടുത്ത പരാജയം നേരിട്ടിട്ടുള്ള LDFിനെ സംബന്ധിച്ചും വിശേഷ്യ CPMനെ സംബന്ധിച്ചും പാർട്ടിയിലെ 80 ലക്ഷത്തിലധികം വരുന്ന അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചുമൊക്കെ തന്നെ വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് പ്രതിപക്ഷ നേതാവാവുക എന്നുള്ളതാണ്. അതിന് ഇത്തവണ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏതാണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം നടത്തിയിട്ടില്ല. 4 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം വെച്ചിട്ടുള്ളത്. അതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം അതിന് വലിയ ഒരു മാനങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഒരുപക്ഷെ CPMനെയും LDFനെയും ഒക്കെ ഭരണത്തിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ചുമലിൽ പേറാൻ തയ്യാറുള്ള അതിന് മിടുക്കുള്ള ഒരാളായിരിക്കണം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ CPM അനുഭവിക്കുന്ന വലിയ പരാധീനത എന്ന് പറയുന്നത് TP രാമകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ P രാജീവിനെ പോലെ നിരവധി ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് പരാജയപ്പെട്ടു, ശൈലജ ടീച്ചറെ പോലെ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് ഏതെങ്കിലും പേര് എടുത്ത് വെക്കാനില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ചെറിയ കാര്യം 1 മിനിറ്റ് എടുത്ത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു മെമ്പർഷിപ്പ് നമ്മൾ യൂട്യൂബ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിൽ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മന്ത്ലി നിങ്ങൾക്കൊരു 179 രൂപ അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ 359 രൂപ അടച്ചുകൊണ്ടോ, അതാണ് ലെവൽ 2, മറ്റത് ലെവൽ 1 ആണ്. ലെവൽ 3 ഉണ്ട്, അതിനേക്കാൾ പണം കൂടുതലാണ്, 700 രൂപയിലധികമാണ്. അപ്പോൾ അത് അടച്ചുകൊണ്ട് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ വലിയ ബെനിഫിറ്റുകളൊന്നും കിട്ടില്ല. ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങനെ കഴിയാത്തവരോടും നമുക്ക് സ്നേഹം തന്നെയാണുള്ളത്. ഇപ്പം നിരവധി പേർ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്കൊരു വലിയ സ്നേഹം. അല്ലാത്തവർ വീഡിയോ കണ്ടുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ തവണത്തേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കഴിയുന്ന, അതിന് ചെയ്യാൻ കഴിയുന്ന, സാധ്യമാകുന്ന ആളുകളാണെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ പറയുന്ന കാര്യത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടി തിരിച്ചു വരാം. പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് വെറുമൊരു നേതാവായി, പ്രതിപക്ഷ നേതാവായി വെക്കേണ്ട ഒരു കാര്യമല്ല. അടുത്ത 5 കൊല്ലവും ഈ കേവലം 35 MLAമാർ മാത്രമായി അതിൻ്റെ ഒരു നമ്പറിൻ്റെ ബലം കൂടാതെ വലിയ ബലത്തിൽ ഈ സർക്കാരിനെ വിമർശിക്കേണ്ട, ഈ അടുത്ത തവണ പ്രതിപക്ഷത്തെയും LDFനെയും ഒക്കെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 3 പേരുകളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായി പറയാൻ കഴിയുന്നത്. വളരെ കുറച്ച് ആളുകളെ ജയിച്ചിട്ടുള്ളൂ. അതിലാകാൻ ഏറ്റവും കൂടുതൽ സാധ്യത KN ബാലഗോപാലാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കട്ടെ. KN ബാലഗോപാലുണ്ട്, പിന്നെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള സജി ചെറിയാനുണ്ട്, അതുപോലെ തന്നെ മന്ത്രിയും അതുപോലെ പിണറായി വിജയൻ്റെ മരുമകനുമായിട്ടുള്ള PM മുഹമ്മദ് റിയാസും ഉണ്ട്. മരുമകൻ എന്നുള്ളത് ഞാൻ ചെറുതാക്കി പറഞ്ഞതല്ല, അദ്ദേഹം അല്ലാതെ തന്നെ വലിയ നേതാവാണ്. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി അത് അടിവരയിട്ട് പറഞ്ഞതാണ്. മുഹമ്മദ് റിയാസും ഉണ്ട്. ഇതിൽ നമുക്കറിയാം ഈ KN ബാലഗോപാൽ അദ്ദേഹം നേരത്തെ SFIയുടെയൊക്കെ ജില്ലാ സമ്മേളനത്തിൽ പോലും വരുമ്പോൾ അന്ന് അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. കാലടിയിൽ വെച്ച് എറണാകുളത്തെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. അഖിലേന്ത്യാ പ്രസിഡന്റ് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഒരു അകൽച്ച ഫീൽ ചെയ്യും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബാക്കി എല്ലാവരും മുണ്ടൊക്കെ ഇട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു ഡ്രസ്സിങ് ഒക്കെ തന്നെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. പിന്നെ അതുമാത്രമല്ല, സാധാരണ ഒരു SFIക്കാരൻ്റെ ഒരു അഗ്രഷൻ അദ്ദേഹത്തിൽ പലപ്പോഴും കാണാറില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. വളരെ സോഫ്റ്റായി വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്, മിടുക്കനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെയായാൽ മതിയോ ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് KN ബാലഗോപാലിനെ വെക്കാനാണ് സാധ്യതയെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് KN ബാലഗോപാലിനേക്കാൾ കുറച്ചുകൂടി മിടുക്കൻ തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം കുറച്ചുകൂടി ഷാർപ്പായി, പ്രിസൈസായി, കൃത്യമായ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വെക്കുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൂടി നമുക്കറിയാം. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് സജി ചെറിയാനാണ്. സജി ചെറിയാനെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ ആക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. കാരണം PP ജയരാജനെ എന്തുകൊണ്ടാണ് CPMൻ്റെ പാർട്ടി സെക്രട്ടറി ആക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ ആക്കിയാൽ ഉണ്ടാകാവുന്ന വിവാദങ്ങളും ഡാമേജുകളും ഒക്കെ എത്രത്തോളമാണെന്ന് നമുക്കറിയാം.
അതുപോലെ തന്നെ സജി ചെറിയാനൊക്കെ തന്നെ കുന്തവും കുടച്ചക്രവും പോലെയുള്ള ചില പ്രസംഗങ്ങളോ വാവിട്ട ചില വാക്കുകളോ ഒക്കെ പറഞ്ഞാൽ അത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത്തരത്തിൽ അതൊന്നും ചെയ്യാത്ത ഒരാളെന്ന് പറയുന്നത് കുറച്ചും കൂടി അഗ്രസീവ് നേച്ചറുള്ള, എന്നാൽ ഒരു കാരണവശാലും ഒരു പരിധിക്കപ്പുറം ഒരിക്കലും തന്നെ വാക്കുകൾ പോയിട്ടില്ലാത്ത മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും ഇതിന് പരമയോഗ്യൻ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ആകെയുള്ള കുഴപ്പം എന്ന് പറയുന്നത് അദ്ദേഹം ആക്കിയാൽ തീർച്ചയായിട്ടും ഒരു ഭരണ തുടർച്ച എന്നുള്ള നിലക്ക് പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരമാണെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയിലുള്ള പിടിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വന്തം മരുമകനെ ആക്കിയതാണെന്നും ഒക്കെയുള്ള ചില ആരോപണങ്ങൾ താൽക്കാലികമായി കേൾക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരാളെ വെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഭാവിയിലേക്ക് ഒരു മുഖ്യമന്ത്രിയും അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമൊക്കെ നേരിടാൻ കഴിയുന്ന ഒരാളായി കൂടി മാറുന്ന ഒരാളെ വേണം വെക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് അടുത്ത 2-3 കൊല്ലം കൊണ്ട് ഒരു ഇമേജ് ബിൽഡിംഗ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായി സർക്കാരിനെതിരെ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഈ സർക്കാരിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ കഴിയുന്ന, ക്രിയാത്മക പ്രതിപക്ഷമാക്കാൻ കഴിയുന്ന, എന്നാൽ അതേസമയം തന്നെ വളരെ കൃത്യമായി പാർട്ടിയിലുള്ള നേതാക്കൾക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അനുഭാവികൾക്കുമൊക്കെ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ കൂടിയാകും മുഹമ്മദ് റിയാസ് എന്നുള്ളത് കൂടിയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ നമ്മളൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ കാണുന്നത് പോലും തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ഒരു മുസ്ലിം സമുദായാംഗമായിട്ടുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറയുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി കാണാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായി പോലും അത്തരത്തിലുള്ള ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഏതാണ്ട് ഒരു മുസ്ലിം മൈനോറിറ്റി കൺസോൾട്ടേഷനൊക്കെ UDF ഉണ്ടായതുപോലുള്ള കൺസോൾട്ടേഷൻ തീർച്ചയായിട്ടും അടുത്ത തവണ ഉണ്ടാകാതിരിക്കാൻ അത് സഹായിക്കുമെന്ന് മാത്രമല്ല, അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള സംശയങ്ങൾക്ക് ഒരു വലിയ മറുപടി കൂടിയാകും എന്നുള്ളത് കൂടിയാണ് യാഥാർത്ഥ്യം. കൂടാതെ ഒരു പൊളിറ്റിക്സും അതുപോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലക്ക് കൂടി മുഹമ്മദ് റിയാസിന് വലിയ അംഗീകാരമുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കഴിഞ്ഞ തവണ 13-ൽ 12 കോഴിക്കോട് നിന്ന് ആളുകൾ പരാജയപ്പെട്ടപ്പോഴും അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ഈ പറയുന്ന വോട്ടെണ്ണുന്ന സമയത്ത് ഒരിക്കൽ പോലും അദ്ദേഹം ഒരു തവണ പോലും പുറകിൽ പോയിട്ടില്ല എന്നുള്ളതുമൊക്കെ യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും CPM കയ്യിലുള്ള ആളുകളെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നവരിൽ ഏറ്റവും ഈ പറയുന്ന സാധ്യതകളുള്ളതും അടുത്ത തവണ പാർട്ടിയെ സഹായിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവും എന്നുള്ളതും തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ് തന്നെ ആയിരിക്കും എന്നുള്ളത് കൂടിയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.